ഇനി നമുക്ക് കൊച്ചിയിലേക്ക് പോകാം. കൊച്ചിയിൽ നിന്ന് റിയ ബേബിയാണ് നമുക്കിപ്പം ഉള്ളത്. റിയ, കൊച്ചിക്കാരുടെ ഓണാഘോഷങ്ങൾ, ഓണ തയ്യാറെടുപ്പുകളൊക്കെ എങ്ങനെയാണ്? ഉത്രാടപ്പാച്ചിലൊക്കെ ഉണ്ടോ തകൃതിയായി കൊച്ചിയിൽ? ആര്യ, പൊതുവേ ഈ കൊച്ചിയിലുള്ള ആളുകൾക്ക് കഴിഞ്ഞ ഈ തിരുവോണത്തിന് മുന്നേ ഉള്ള ദിവസങ്ങളിലാണ് ഒരു ഓണത്തിൻ്റെ തിരക്ക് അനുഭവപ്പെടുക. കാരണം എല്ലാവരും നാട്ടിലേക്ക് പോകും മുമ്പ് കൊച്ചിയിൽ ഇരുന്ന് ഓണം ആഘോഷിച്ചൊക്കെ പോകുന്ന സമയം, തിരുവോണ സമയം കൊച്ചിയിൽ സ്ഥിരതാമസമായിട്ടുള്ള കുറച്ച് ആളുകൾ മാത്രമായിരിക്കും റോഡിലും ഒക്കെ ഉണ്ടാവുക. അതാണ് കൊച്ചിയിൽ ഒരു പൊതുവായ കാഴ്ച. പക്ഷെ ഉത്രാടപ്പാച്ചിൽ ദിവസം പൂക്കൾ വാങ്ങാനായി ആളുകൾ ഇങ്ങനെ കടകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു, വാങ്ങിക്കൊണ്ടിരിക്കുന്നു. വിലയൊന്നും ഒരു പ്രശ്നമല്ല. തിരുവോണ ദിവസമെങ്കിലും പൂക്കളം ഇടുക എന്നുള്ളത് മലയാളികൾക്ക് അത് മസ്റ്റാണ്. അതുകൊണ്ടാണ് ആളുകൾ പൂക്കടകളിൽ ഇങ്ങനെ ഒരു തിരക്കൊക്കെ അനുഭവപ്പെടുകയൊക്കെ ചെയ്യുന്നത്. എങ്ങനെയുണ്ട് കച്ചവടം ചേട്ടാ? കുഴപ്പമില്ലാണ്ട് ആയി വരുന്നുണ്ട്. നന്നായി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട് ജനങ്ങൾ. പൂവിന്റെ വില ഒക്കെ കേട്ട ആളുകൾ വരുന്നുണ്ടോ? എങ്ങനെയാണ്? 2 ദിവസം മുന്നേ നല്ല വില ഉണ്ടായിരുന്നു. ഇപ്പൊ ലേശം വില ഇടിവാണ്. തിരുവോണ ഓഫറാണ്. തിരുവോണ ഓഫറാണ്. ഓണം കളറാക്കാണ്. നമ്മൾ കണ്ടമാനം സാധനം കുറഞ്ഞിട്ടുണ്ട് ജനങ്ങൾക്ക്. ഇത് ബാംഗ്ലൂർ സിറ്റിന്ന്, പിന്നെ ഗുണ്ടൽപേട്ട, ദിണ്ടിക്കല്ല്, അങ്ങനെ 3 മാർക്കറ്റിനായിട്ട് സാധനം വരും. ഹാപ്പി ഓണം. കച്ചവടം തകൃതിയായി തന്നെ നടക്കുന്നുണ്ട്. നമുക്ക് വാങ്ങാൻ എത്തിയവരോട് ചോദിച്ചു നോക്കാം, എങ്ങനെയുണ്ട് ഓണം? എങ്ങനെയുണ്ട് ഓണം ഇത്തവണ? നല്ലതാണ്. പൂക്കളൊക്കെ നേരത്തെ കണക്ക് കൂട്ടി വന്ന് വാങ്ങുന്നതാണോ? അതെ. പൂക്കളൊക്കെ പ്ലാൻ ഇട്ടു, ഏതിടണമെന്ന്? പ്ലാൻ ചെയ്തു. എല്ലാ വർഷവും എല്ലാ ദിവസവും ഓണത്തിന് 10 ദിവസം പൂക്കൾ ഇടുന്ന പതിവുണ്ട്? ഇല്ല, ലാസ്റ്റ് ഡേ ഇടുന്നത്. തിരുവോണത്തിന് മാത്രമാണ്. എവിടെയുള്ള ആളാണ്? ഇവിടെ കച്ചേരിപ്പടിയാണ്. ഓണം കളറാക്കുകയാണ് ഇത്തവണ. ഹാപ്പി ഓണം. താങ്ക് യു. ഹാപ്പി ഓണം. ഇപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ തിരുവോണത്തിന് മാത്രം പൂക്കളിടുന്ന ആളുകളുണ്ട്. അതുകൊണ്ടാണ് ഈ ദിവസം വന്ന് പൂ വാങ്ങി പോവാന്നുള്ളൊരു കണക്കൂട്ടലൊക്കെ ചില ആളുകൾക്കുണ്ട്. എങ്ങനെയുണ്ട് ഓണം? എങ്ങനെയുണ്ട് ഓണം? അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല. വില കേട്ടപ്പോൾ പൂക്കളത്തിന്റെ വലിപ്പം കുറച്ചോ അതെയോ കൂട്ടിയോ? അല്ല, കുഴപ്പമൊന്നുമില്ല. നമ്മള് ഓണത്തിന് മാത്രല്ലേ പൂവൊക്കെ വാങ്ങുള്ളൂ. അതുകൊണ്ട് പിന്നെ 10 ദിവസം അതൊക്കെ അങ്ങ് മറക്കാൻ. അതെ, അത് കുഴപ്പമൊന്നുമില്ല. ആരാണ് പൂക്കൾ എടുത്തത് വീട്ടില്? പൂക്കൾ ഇടുന്നത് അമ്മയാണ്. അമ്മ അങ്ങോട്ട് പോയി. പൂക്കളൊക്കെ സെലക്ട്? അതെ, അമ്മയാണ് പൂക്കൾ സെലക്ട് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് കൂടെ വന്നതേ ഉള്ളൂ. 10 ദിവസം പൂക്കളൊക്കെ ഇട്ടിരുന്നോ? 10 ദിവസം പൂക്കളം ഇട്ടിട്ടില്ല. നമ്മൾ ഇന്ന് ഇടാൻ പോവാണ് പൂക്കളം. അപ്പൊ ഇന്ന് പൂ വാങ്ങാൻ വേണ്ടി വന്നതാണ്. എന്തായാലും ഓണം അടിപൊളി ആവട്ടെ. അമ്മയോട് കൂടി ഒന്ന് ചോദിച്ചു നോക്കട്ടെ, അമ്മ എവിടെ പോയി? ഓക്കെ, അമ്മയാണ് പൂക്കളം ഇടുന്നതെന്നാണ് മോള് പറഞ്ഞത്. ഡിസൈനൊക്കെ റെഡി ആയോ? ഡിസൈൻ കുഴപ്പമില്ല, നമ്മൾ എല്ലാ വർഷവും ഇടുന്നതല്ലേ. എല്ലാ വർഷവും പൂക്കളം മസ്റ്റ് ആണ്. പിന്നെ എല്ലാ വർഷവും ഇടുന്നതാണ്. എങ്ങനെയുണ്ട് പൂക്കളൊക്കെ പൊതുവെ? ഇവിടെ മുമ്പ് ഇതിലെ പോയപ്പോൾ ഞാൻ കണ്ടായിരുന്നു, ഇവിടെ ഒരുപാട് വെറൈറ്റി ഫ്ലവേഴ്സ് ഉണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇവിടെ വന്നതാണ് മേടിക്കാനായിട്ട്. ഓണം അടിപൊളിയാണ്. അടിപൊളിയാണ്. ഓണക്കോടിയൊക്കെ എടുത്തു? പിന്നെ ഓണക്കോടിയൊക്കെ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അപ്പോൾ എന്തായാലും കാര്യം ഇതാണ്, പൂക്കളം അത് മലയാളികൾക്ക് നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ പൂക്കടകളിലൊക്കെ നല്ല തിരക്കുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പൂക്കടകളുണ്ട് കൊച്ചിയിൽ. പക്ഷേ ഇവിടെ പല നിറത്തിലുള്ള വെറൈറ്റികളുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ആളുകൾ വന്നു പോകുന്നത്. മാത്രമല്ല, നോർത്ത് ആയതുകൊണ്ട് തന്നെ ആളുകൾക്ക് വന്നു പോകാനും വാങ്ങാനും ഒക്കെ എളുപ്പമാണ്. എന്തായാലും വിലയൊന്നും ഒരു പ്രശ്നമല്ല. അവസാന ദിവസം, തിരുവോണ ദിവസം ഒരു പൂക്കളം അത് മസ്റ്റാണെന്നാണ് കൊച്ചിയിലെ ആളുകൾ പറയുന്നത്. അതിനുള്ളൊരു ഉത്രാടപ്പാച്ചിലാണ് നമ്മൾ കാണുന്നത്.